ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ കടന്നു വരുന്ന രാത്രി എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സപ്താകാശങ്ങൾ താണ്ടി ഇസ്രാ മിഅ്റാജ് യാത്ര നടത്തിയ അതിവിശിഷ്ടമായ രാത്രിയാണ്. ഇതുപോലെയുള്ളൊരു രാവിലാണ് ആ യാത്ര നടന്നിട്ടുണ്ടായിരുന്നത്. ഈ യാത്രയും ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും അബൂ ത്വാലിബും വിട പറഞ്ഞ വർഷത്തിന് ദുഃഖവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് തന്നെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കുറച്ചൊക്കെ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിശിഷ്ടമായ യാത്ര നടത്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെയുണ്ട്. ഈ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മോക്ഷം കിട്ടാൻ ഇന്നത്തെ രാവിൽ ദുആ ചെയ്യാവുന്നതാണ്. ദുആക്ക് ഇജാബത്തുള്ള സമയം കൂടെയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷം നൽകാൻ കാരണമായ ഒരു രാത്രിയാണ്. നമ്മുടെ ജീവിതത്തിന് വലിയ സന്തോഷം ലഭിക്കാൻ കാരണമാകും. നൂറെ മദീന കുടുംബാംഗങ്ങൾ ഇന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതു മുതൽ മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയാണ്. നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ രാത്രിയിൽ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ദിക്റുകളും ദുആകളും വിശുദ്ധ ഖുർആൻ പാരായണവും ഒക്കെയായിട്ട് നമുക്ക് നമ്മുടെ സമയം ചെലവഴിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ നിങ്ങളൊക്കെ മജ്ലിസിൽ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.